ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. ട്രക്ക് കണ്ടെത്താനായി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ കരസേനയും നാവികസേനയും പരിശോധന നടത്തും. അർജുൻ ലോറിയിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന. തെരച്ചിലിനായി ഡ്രോൺ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉടനെത്തും. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ദൗത്യം. പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ബാറ്ററി ഇപ്പം എത്തി അത് 1 മണിക്കൂർ പിടിക്കും ഇവിടെ എത്തണമെങ്കിൽ. എനിക്കൊന്ന് 1 മണിക്കൂറിൽ അവർ ബാക്കി തിരിച്ചെത്തും. അവരിപ്പം പിന്നെ എല്ലാം പ്രിപ്പറേഷൻ നടന്നുകൊടുക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരും കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരുമിച്ച് ആലോചിച്ചിട്ടേക്ക് ഇറങ്ങും. പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൊടുക്കുകയാണ് ഈ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഇന്ദ്രബാലിൻ്റെ ടീം വരുന്നതോടുകൂടി നേരെ മിക്കവാറും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ശരി. Yes, within 2 hours we should be able to give you some good information. Okay. Not you, the people who have to operate, avarkana information kodukka, but some information we will get. Okay, sir. Ozhukku ipo mala vannalu ozhukku koodikondirikkum. That's why nammal boat le thaare poite we are going to work on. Weather prediction is not very encouraging, but we are seeing how much we can push our equipment to limit. Rajiv ji and all of us have to be on ground. We are trying to enter the water now immediately to establish another station. Ella weather ne contingency ready akan nokkana. Let's see how best we can. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ദീപക് മലയമേയും AK അഭിലാഷും റിപ്പോർട്ടറിന്റെ വീഡിയോ ജേർണലിസ്റ്റും തയ്യാറാണ്. ശക്തമായ മഴയുണ്ട് അവിടെ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ദീപക് മലയമ, രാവിലെ തന്നെ മഴ കനക്കുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? സുജയ, കനത്ത മഴയാണ് ഈ മേഖലയിൽ ഇപ്പോൾ തുടരുന്നത്. ഇവിടെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. കുടപിടിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു. നേരത്തെ തന്നെ ഓറഞ്ച് അലേർട്ട് ഈ മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെയുള്ള ശക്തമായ കാറ്റും അതിൻ്റെ തോതുമൊക്കെ ആ നിലയിലേക്ക് വല്ലാതെ കൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് രക്ഷാപ്രവർത്തനമാണെങ്കിൽ പോലും അതിനെയും വലിയ തരത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ശക്തമായ കാറ്റും മഴയും തന്നെ കനത്ത കാറ്റും മഴയുമാണ്. ഇപ്പോൾ ദീപക് കുട എടുത്തോളൂ. ദീപക് ചൂടി നിന്നിരുന്ന കുടയാണ് പറന്നുപോയത്. കനത്ത കാറ്റും മഴയുമാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഷിരൂരിന് തെരച്ചിൽ നടക്കുന്ന സൈറ്റിന് തൊട്ടിപ്പുറത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിന് മറുവശത്താണ് ദീപക് മലയമ തുടരുന്നത്. ദീപക് സുരക്ഷിതമായി നിൽക്കാവുന്ന ഇടത്തേക്ക് മാറിക്കോളൂ. നല്ല കാറ്റ് വരുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ദീപക് മലയമയും AK അഭിലാഷും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഘടിപ്പിച്ച ഡ്രോൺ ആണ് ഇനി വരാനുള്ളത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലൂടെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ട്രക്കിന്റെ പൊസിഷൻ, ട്രക്കിനുള്ളിൽ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകാൻ പോകുന്ന റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ വ്യക്തമാക്കിയത്. കനത്ത മഴ ഇപ്പോൾ പെയ്യുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. തത്സമയ ദൃശ്യങ്ങൾ. നല്ല കാറ്റടിക്കുന്ന പ്രതികൂല കാലാവസ്ഥയാണ് അവിടെയുള്ളത്. നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട്. കരയിലും ഒപ്പം തന്നെ ആ നദിയുടെ നടുവിലുമായി കൂടിക്കിടക്കുന്ന മൺകൂനയ്ക്ക് നടുവിലായാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളതായി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. രക്ഷാദൗത്യത്തെ ഈ മഴ ബാധിക്കുമോ എന്നതാണ് ആശങ്ക. ഗംഗാവലി പുഴയിലെ തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് മഴ പെട്ടെന്ന് പെയ്തത്. ദീപക്, ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞോ? സുജയ, ഒട്ടും ശക്തി കുറഞ്ഞിട്ടില്ല. കനത്ത മഴ പെയ്യുന്നു. അപ്പം തന്നെ വളരെ ശക്തിയേറിയ കാറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളങ്ങനെ കണ്ട് പരിചിതമായ രീതിയിൽ കാറ്റിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അത്രത്തോളമാണ്. ഇവിടെ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ മഴയുള്ള മേഖലയാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. പക്ഷേ ഇത്രത്തോളം കഠിനമായ മഴ നമ്മളും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ 2 കുടകൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഉള്ള മാധ്യമപ്രവർത്തകരുടെ ഒക്കെ തന്നെ കുടകൾ ആ തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ മഴ കനത്ത് പെയ്താലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. നദിയിലെ ഒഴുക്ക് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ ആ ഒഴുക്ക് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെയുള്ള
അടിത്തട്ടിലേക്ക് സ്കൂബ ഡൈവേഴ്സിന് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. ഇന്നലെയൊക്കെ തന്നെ അവിടെ സീറോ വിസിബിലിറ്റി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇതേ രീതിയിൽ മഴ തുടർന്ന് പെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഒപ്പം എത്ര സമയത്തോളം ഇത് ഇങ്ങനെ തുടരുമെന്നുള്ളതിലും വ്യക്തതയില്ല. കൂടുതൽ സമയം ഈ മഴ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുപോകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത് നേരത്തെ തന്നെ ആർമി സംഘം ഉൾപ്പെടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് എത്തിയാൽ പോലും ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ, ഇങ്ങനെ കാറ്റ് വീശുകയാണെങ്കിൽ അത് എത്തിയാൽ പോലും 3 മണിക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സിഗ്നൽ വീണ്ടും വൈകും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല.